തൻ്റെ ഇഷ്ടദേവതയെ കാണാൻ ഒഡീഷയിലെ ജഗന്നാഥ ക്ഷേത്രത്തിൽ എത്തിയതാണ് ഈ ഭക്തൻ. കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം വിഗ്രഹത്തിന് സമീപം എത്താൻ കഴിഞ്ഞെങ്കിലും പ്രാർത്ഥിക്കാൻ സാധിച്ചില്ല. പകരം അദ്ദേഹത്തിൻ്റെ ശരീരം വൈബ്രേറ്റ് ചെയ്യാൻ ആരംഭിച്ചു. കണ്ണുനീർ ധാരധാരയായി ഒഴുകി. നെറ്റിയിലൊരു പ്രകാശം ജ്വലിച്ചു നിൽക്കുന്നതായി അനുഭവപ്പെട്ടു. ഇതാണ് ശ്രീകൃഷ്ണൻ്റെ പ്രത്യേകത. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം ഏത് സമയത്തും എങ്ങനെ വേണമെങ്കിലും ഭക്തരിൽ പ്രവേശിക്കാം. അവർ ആത്മീയമായി തയ്യാറാണെങ്കിൽ മാത്രം. ഭൂമിയിൽ ഇതുവരെ പല രൂപത്തിലുള്ള ദേവതകൾ വന്നുപോയിട്ടുണ്ട്. എന്നാൽ അവർ എല്ലാവരേക്കാളും മനുഷ്യരനുഭവിക്കുന്ന വേദനകളെ മനസ്സിലാക്കി അതിൽ നിന്നും ലളിതമായി പുറത്തു വരാനുള്ള മാർഗങ്ങൾ ഉപദേശിച്ചത് ശ്രീകൃഷ്ണൻ മാത്രമാണ്. മറ്റ് ദേവതാഭാവങ്ങൾ ജീവിതത്തെ മായാലോകമായി കണ്ട് അവഗണിക്കാൻ പറയുമ്പോൾ അദ്ദേഹം ഇതേ ജീവിതത്തെ ലാളിത്യത്തോടെ സ്വീകരിക്കാനാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. ഇതിനെല്ലാം പുറമെ പല യുഗങ്ങളായി ദേവന്മാർക്കും ഋഷികൾക്കും മാത്രം അറിഞ്ഞിരുന്ന ആത്മീയ രഹസ്യങ്ങൾ ഗീതയുടെ രൂപത്തിൽ മനുഷ്യർക്ക് ലഭിക്കാൻ നിമിത്തമാവുകയും ചെയ്തു. എന്നാൽ അതേസമയം കൃഷ്ണനെ സ്നേഹിക്കുന്ന എല്ലാ ഭക്തർക്കും അദ്ദേഹത്തിൻ്റെ ദിവ്യസ്വരൂപത്തെ പ്രാപ്തമാക്കാൻ സാധിക്കാറില്ല. അതിന് ആത്മാർത്ഥമായ വളരെ കുറച്ചു പേർക്ക് മാത്രമേ യോഗ്യതയുണ്ടാകൂ. നിങ്ങളും ഒരു ശ്രീകൃഷ്ണ ഭക്തരായിരിക്കാം. എങ്കിൽ ഇപ്പോൾ പറയാൻ പോകുന്ന 3 അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. അവ എന്തെല്ലാമാണെന്ന് വ്യക്തമായി നോക്കാം. ആദ്യത്തേതാണ് പരമാനന്ദം. യഥാർത്ഥ ശ്രീകൃഷ്ണ ഭക്തർക്ക് അദ്ദേഹത്തിൻ്റെ ദിവ്യശരീരത്തെ അനുഭവിക്കാൻ കഴിയുമെന്നാണ് പറയാറുള്ളത്. സ്പിരിച്വലി ഇത് തികച്ചും സത്യവുമാണ്. നാരായണൻ ആദ്യമായി ശ്രീകൃഷ്ണ അവതാരം എടുത്തപ്പോൾ മറ്റേത് ചക്രത്തെക്കാളും അനാഹത ചക്രത്തെയാണ് കൂടുതൽ ശക്തിയുള്ളതായി നിലനിർത്തിയത്. ഇങ്ങനെയുള്ള ശരീരത്തിനടുത്ത് ആര് വന്നാലും അവർക്ക് പരമാനന്ദത്തിൻ്റെ അനുഭൂതി തീർച്ചയായും ഉണ്ടാകും. ഈ അനുഭവം ക്രമേണ അവരെ സ്പിരിച്വൽ അവൈക്കനിങ്ങിലേക്കും എത്തിക്കും. ഇതാണ് നിങ്ങൾക്കും സംഭവിച്ചത്. പേരിന് മാത്രമുള്ള ഭക്തിയെ മറികടന്ന് സ്വന്തം ആത്മാവിനെ തന്നെ ശ്രീകൃഷ്ണന് സമർപ്പിക്കാൻ തയ്യാറാവുമ്പോൾ അദ്ദേഹത്തിൻ്റെ ദിവ്യശരീരം നിങ്ങളുടെ തൊട്ടടുത്ത് മാനിഫെസ്റ്റ് ആകും. ഇതുകൊണ്ടാണ് കൃഷ്ണജപത്തിൻ്റെ സമയത്തും അല്ലാതെയും ഒരു കാരണവുമില്ലാതെ അതിയായ ആനന്ദം അനുഭവിക്കുന്നത്. ശ്രീകൃഷ്ണ ഭക്തർക്ക് മാത്രം ലഭിക്കുന്ന ഒരു വരദാനമാണിത്. രണ്ടാമത്തേതാണ് ഗൃഹശാന്തി. എത്രയൊക്കെ ജീവിതം സന്തോഷകരമായി കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ചാലും പൂർവ്വജന്മത്തിൽ ചെയ്ത കർമ്മഫലങ്ങൾ ഗ്രഹദോഷങ്ങളുടെ രൂപത്തിൽ മനുഷ്യരെ പിന്തുടരും. ഇത്തരം ദോഷങ്ങളുള്ളവർ ഏത് ദേവതയുടെ മന്ത്രങ്ങൾ ജപിച്ചാലും പൂർണ്ണമായ ഫലം ലഭിക്കില്ല. എന്നാൽ കൃഷ്ണഭക്തർക്ക് ഈ പ്രശ്നമേ നിലനിൽക്കുന്നില്ല. നിങ്ങളുടെ പ്രാർത്ഥനകൾ ശുദ്ധമാണെങ്കിൽ, അദ്ദേഹത്തിൻ്റെ നാമത്തിൽ ചെയ്യുന്ന ജപങ്ങൾ കൃത്യമാണെങ്കിൽ യാതൊരു വിധത്തിലുള്ള ഗ്രഹദോഷങ്ങളും നിങ്ങളെ ബാധിക്കുകയില്ല. ഇതുകൊണ്ടാണ് ഗുരുവായൂരിൽ ചെയ്യുന്ന ഒരു വിവാഹവും നല്ല സമയം, രാഹുകാലം പോലുള്ള കാര്യങ്ങളൊന്നും കണക്കിലെടുക്കാത്തത്. ഇനി ഇതേ ഊർജങ്ങൾ ഒരു വ്യക്തിയിൽ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്താൽ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ വ്യക്തിയെയും അവരുടെ സാന്നിധ്യത്തിൽ വരുന്ന എല്ലാവരെയും ഗ്രഹദോഷങ്ങളിൽ നിന്നും സംരക്ഷിക്കും. അതായത് വീട്ടിൽ ഒരാൾ കൃഷ്ണഭക്തയാണെങ്കിൽ ആ വീട്ടിലുള്ള മറ്റംഗങ്ങളും അദ്ദേഹത്തിൻ്റെ സ്നേഹത്തിന് തനിയെ അർഹരാകും. ഈ 2 അനുഗ്രഹങ്ങളും ലഭിച്ചു കഴിഞ്ഞാൽ ആരും ചിന്തിക്കാത്ത രീതിയിലായിരിക്കും ജീവിതം മുന്നോട്ട് പോവുക. ഒട്ടും പ്രതീക്ഷിക്കാതെ സമ്പത്ത് വന്ന് നിറയും. ചിലപ്പോൾ അടുത്ത ദിവസം തന്നെ അവയെല്ലാം അപ്രത്യക്ഷമാകും. നിങ്ങൾ നേരിട്ടുകൊണ്ടിരുന്ന ഒരു വെല്ലുവിളി ആരുടെയും സഹായമില്ലാതെ പരിഹരിക്കപ്പെടും. തൊട്ടടുത്ത നിമിഷം അതിനേക്കാളും വലിയ പ്രശ്നം മുന്നിൽ പ്രത്യക്ഷമാകും. ഇതാണ് ശ്രീകൃഷ്ണൻ്റെ പരീക്ഷണം. ബാഹ്യലോകം പ്രശ്നങ്ങളില്ലാതെ പോകുമ്പോൾ മനസ്സിനെ ശാന്തമായി നിർത്താൻ ആർക്കും സാധിക്കും. എന്നാൽ അവ തലകീഴായി മറിയുമ്പോൾ ഇതേ ശാന്തത നിലനിർത്തണമെങ്കിൽ അദ്ദേഹത്തിൽ അചഞ്ചലമായ വിശ്വാസം ആവശ്യമാണ്. ദൗർഭാഗ്യവശാൽ ഈ സ്റ്റേജിലാണ് മിക്ക ശ്രീകൃഷ്ണ ഭക്തരും തോറ്റുപോകുന്നത്. വരുന്ന തടസ്സങ്ങളെ നിലവാരമില്ലാത്ത മാർഗങ്ങളിലൂടെ ഒഴിവാക്കാൻ ശ്രമിക്കുകയും ശ്രീകൃഷ്ണനെ എന്നേക്കുമായി അവർക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് സാഹചര്യങ്ങൾ ഏതാണെങ്കിലും അദ്ദേഹത്തിലുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ ശ്രമിക്കുക. തീർച്ചയായും ഫലം ലഭിക്കുന്നതാണ്. സ്വന്തം ഭക്തരെ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കുന്ന ദേവതയാണ് ശ്രീകൃഷ്ണൻ. ആ പരീക്ഷണങ്ങൾ എന്തിനാണെന്ന് മനസ്സിലാക്കുന്ന നിമിഷം അവയുടെ കാഠിന്യവും കുറയും. ജ്ഞാനം നേടുക. ശരിയായ സാധനങ്ങൾ സ്വീകരിച്ച് സ്വന്തം ഊർജങ്ങളെ ഘട്ടങ്ങളായി ഉയർത്തുക. യുക്തിയേക്കാളും ഭക്തിക്ക് പ്രാധാന്യം നൽകുക. അദ്ദേഹം നിങ്ങളുടെ അടുത്തേക്ക് തനിയെ ആകർഷിക്കപ്പെടും.